നമസ്തേ, ചെയ്തു സനാതനം. ഞാൻ ഡോക്ടർ മനോജ് ദത്തൻ, സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് തൃശ്ശൂരിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് റിസർച്ചും സനാതനധർമ്മ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ബാംഗ്ലൂരും സംയുക്തമായിട്ട് സ്വാധ്യായ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിൻ്റെ അപേക്ഷ ക്ഷണിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് പരിശീലന പരിപാടിയായിട്ടുള്ള സ്വാധ്യായ ബാച്ച് 4ാമത് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ വിവരങ്ങൾ അറിയിക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും കോളേജ് പാസ് ഔട്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് നടത്തുന്ന ഈ പരീക്ഷ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 6 വർഷമായി തൃശ്ശൂരിൻ്റെ അക്കാഡമിക്കൽ രംഗത്ത് സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് വലിയ സേവനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള NGO ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ്. ഈ കോഴ്സുകളെല്ലാം നടക്കുമ്പോൾ ഏകദേശം 2000-നടുത്ത് വിദ്യാർത്ഥികൾ പഠിച്ച് കഴിയുകയും 1800-നടുത്ത് വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായി തൃശ്ശൂരിൽ നിലനിൽക്കുന്നു. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കോഴ്സുകളാണ് ട്രസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് വിവേകോദയം എന്ന് പറയുന്ന കോഴ്സും മറ്റൊന്ന് സ്വാധ്യായ എന്ന് പറയുന്ന ഒരു കോഴ്സ്. വിവേകോദയം എന്ന് പറയുന്ന കോഴ്സ് 2 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് കോഴ്സാണ്. സ്വാധ്യായ എന്ന് പറയുന്നത് 10 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് കോഴ്സാണ്. 10 വർഷം എങ്കിലും വെൻ യു ആർ ക്വാളിഫൈയിങ് ദ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ ഏത് കാലഘട്ടങ്ങളിൽ ഒരു പരീക്ഷ പാസ്സാവുന്നുവോ, ഇഫ് ഇറ്റ് ഈസ് സിവിൽ സർവീസസ്, ഇഫ് ഇറ്റ് പ്രൈവറ്റ് ഫേം, ഇഫ് ഇറ്റ് ഈസ് സംതിങ് സ്റ്റേറ്റ് PSC ഓർ സംതിങ്, ഏത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിലും അതുവരെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് വിവേകാനന്ദ ട്രസ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ 4ാമത്തെ ബാച്ചാണ് നമ്മളിപ്പോൾ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 12-ാം തീയതി സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്ന വിവേകാനന്ദ ജയന്തി ആഘോഷവും ട്രസ്റ്റിൻ്റെ പുതിയ കോഴ്സായിട്ടുള്ള വിവേകവർഷം പരിപാടിയും 162ഓളം വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സൗജന്യമായിട്ട് തന്നെ സിവിൽ സർവീസസിൻ്റെ ക്ലാസ്സുകൾ നൽകി വരുന്നു. സ്വാധ്യായ എൻട്രൻസ് പരീക്ഷ നിങ്ങൾ പാസ്സാവുന്ന സമയത്ത് ആ എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് 10 വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് നൽകുന്നുണ്ട്. നിലവിൽ 4ാമത്തെ ബാച്ചാണ് സ്വാധ്യായയുടെ നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 10 വർഷത്തെ ഒരു കോഴ്സ്. അതെ, കാരണം 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥി വന്ന് പഠിച്ച് അടുത്ത വിദ്യാർത്ഥിയെ എടുക്കുന്ന ബിസിനസ് ഐഡിയ അല്ല സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇറ്റ്സ് ക്രിയേറ്റിംഗ് ദ സൊസൈറ്റി. ആയതിനാലാണ് സ്വാധ്യായ എന്ന് പറയുന്ന ഈ സിവിൽ സർവീസസിൻ്റെ പരീക്ഷ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അതായത് 100 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് പാസ്സാവുന്ന കുട്ടികൾക്ക് സെക്കൻഡായിട്ട് മെയിൻസിൻ്റെ പരീക്ഷ, അതായത് 10 എസ്സേകളായിരിക്കും നെക്സ്റ്റ് 2ാമത്തെ എക്സാമിൽ ഉണ്ടാവുക. അതും ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇൻ്റർവ്യൂ, അവരുടെ അധ്യാപകർ നടത്തുന്ന, നമ്മൾ ട്രസ്റ്റുമായി ഉൾപ്പെടുത്തി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ അവരുടെ രക്ഷാകർത്താക്കൾക്കൊപ്പം ഇരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇത്രയും കടമകളിലൂടെ കടന്നുപോയിട്ടാണ് കഴിഞ്ഞ 3 ബാച്ചിലെ വിദ്യാർത്ഥികളും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ? അതായത് സ്വാധ്യായ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കോളർഷിപ്പ് എക്സാം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ ഉണ്ടാവുക എന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ലൈവായിരിക്കും നടക്കുന്നത്. ഓൺലൈനായിട്ടുള്ള ലൈവായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുകൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. കോളേജ് വിദ്യാർത്ഥികൾക്ക് ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 1.5 മണിക്കൂർ വീതമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ബുക്കിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ലഭിക്കും. 5ഓളം ഫാംലെറ്റുകൾ, ഫിനാൻഷ്യൽ ക്യൂസ് പോലെയുള്ള, എൻവയോൺമെൻറ്റൽ ക്യൂസ് പോലെയുള്ള, ലോ ആൻഡ് ഓർഡർ പോലെയുള്ള, ഗവേണൻസ് പോലെയുള്ള, പോളിറ്റി പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് 5ഓളം ഫാംലെറ്റുകൾ ലഭിക്കും. 2 ന്യൂസ് പേപ്പറുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു കറണ്ട് അഫെയറിൻ്റെ നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം 16ഓളം പേജുകൾ വരുന്ന പല അൽ ജസീറ ഉൾപ്പെടെയുള്ള, BBC പോലെ ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ ക്രോഡീകരിച്ചുകൊണ്ട് ലഭിക്കുന്ന കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് കൂടാതെ മാസത്തിൽ കറണ്ട് അഫെയറിൻ്റെ ഒരു ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം സോഫ്റ്റ് കോപ്പികളായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇത് കൂടാതെ റെഗുലറായിട്ടുള്ള മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് സിവിൽ സർവീസസിൻ്റെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊന്നാണ് നമ്മുടെ പ്രിൻറ്റ് കോസ്റ്റ് മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പുസ്തകങ്ങൾ, ഏകദേശം 14ഓളം കിലോ വരുന്ന 20ഓളം പുസ്തകങ്ങൾ
നിങ്ങൾക്ക് UPSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും ലഭിക്കും. നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ സപ്പോസ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലും നിങ്ങളുടെ വെബ് ആക്സസിലും നിങ്ങൾക്ക് ലഭിക്കും. ഇത് കൂടാതെ നമ്മൾ തന്നെ മറ്റൊരു സ്ഥാപനവുമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനും വെബ് ആക്സസും നിങ്ങൾക്ക് ലൈഫ് ടൈം നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം ഈ പറയുന്ന സ്വാധ്യായ സിവിൽ സർവീസ് പരീക്ഷ പരിശീലനത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊന്നാണ് റെഗുലർ എക്സാമുകൾ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ കറണ്ടായിട്ട് ജീവിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അതായത് ഈ അടുത്ത കാലങ്ങളിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള യങ് ആയിട്ടുള്ള സിവിൽ സർവീസ് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഇൻ്ററാക്ഷൻസ്, സിവിൽ സർവീസസിൻ്റെ പരീക്ഷകൾ വിജയിച്ചിട്ടുള്ള ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ IAS, IPS തുടങ്ങി IFS, IPOS, IFOS ഇങ്ങനെയുള്ള പല ആളുകൾ, അതേറ്റവും അവർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ ഇൻ്ററാക്ഷൻസ്, അതുപോലെ ആസ്പിറൻസ്, അതായത് എല്ലാ കടമകളും കടന്ന് ഇൻ്റർവ്യൂ ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ എക്സ്പീരിയൻസ് ഈസ് വെരി ഗെറ്റിംഗ് ഹൈ. 1980കളിലോ 90കളിലോ പാസ്സായിട്ടുള്ള ഒരു സിവിൽ സർവീസുകാരൻ്റെ പരീക്ഷ മോഡലായിരിക്കില്ല നിലവിലുള്ള സിവിൽ സർവീസസിൻ്റെ എക്സാം. ഈ വർഷത്തെ മോഡലല്ല അടുത്ത വർഷത്തെ മോഡൽ. സോ ഇറ്റ് വിൽ ചേഞ്ച്. സോ എന്ത് വേണം നമുക്ക് കറണ്ടായിട്ട് ഈ പറയുന്ന സിവിൽ സർവീസ് മേഖലകളിൽ നിലനിൽക്കുന്ന സിവിൽ സർവീസ് ആസ്പിറൻസിനെയും സിവിൽ സർവീസുകാരെയും കൊണ്ടുള്ള ഇൻ്ററാക്ഷൻസ് വേണം. ഇത് നിങ്ങൾക്ക് സ്വാധ്യായ പരീക്ഷ പരിശീലനത്തിലൂടെ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും സനാതന ധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക എന്നല്ലേ. നിങ്ങൾക്ക് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റ് മുഖേനയോ സനാതന ധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ വെബ്സൈറ്റ് മുഖേനയോ കോൺടാക്റ്റ് നമ്പറുകൾ മുഖേനയോ വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. ഓൺലൈനായിട്ടായിരിക്കും ഈ പരീക്ഷകളെല്ലാം നടക്കുക. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ തൃശ്ശൂരാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും വിദേശത്താണെങ്കിലും യു ക്യാൻ ആക്സസ് ഫ്രം യുവർ പോയിന്റ്. അതായത് നിങ്ങൾ അവിടെയാണെങ്കിൽ ഗൂഗിൾ ഫോം മുഖേനയോ ഇമെയിൽ മുഖേനയോ ആയിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവുക. അതുകൂടാതെ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷൻ മുഖേനയോ ഗൂഗിൾ മീറ്റ് മുഖേനയോ ആയിരിക്കും നടക്കുക. നിങ്ങൾക്ക് ഏത് വശത്തു നിന്ന് വേണമെങ്കിലും നമ്മുടെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ജയിച്ചു എന്ന് കരുതുക. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് പ്രവേശനം ലഭിച്ചതായിട്ടുള്ള അറിവ് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിൻ്റെയോ സനാതന എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽസ് നിങ്ങളെ അറിയിക്കും. അങ്ങനെ ജയിക്കുന്ന വിദ്യാർത്ഥികൾ ആകെയുള്ള ഫീസിൻ്റെ 1/3 ഫീസ് മാത്രമാണ് അടയ്ക്കേണ്ടത്. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 4,97,000 രൂപ ആണ് വരിക. അതിൻ്റെ 1/3 മാത്രം വിദ്യാർത്ഥികൾ അടച്ചാൽ മതി, 1,65,000 രൂപ. കോളേജ് വിദ്യാർത്ഥികൾക്ക് 5,97,000 രൂപയാണ് ഫീസ് വരിക. അതിൽ കോളേജ് വിദ്യാർത്ഥികൾ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1,99,000 രൂപ അടച്ചാൽ മതി. അത് ഒറ്റ തവണയായിട്ടൊന്നും അല്ല അടയ്ക്കേണ്ടത്. 4 മുതൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന ടൈം പീരീഡിനുള്ളിൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ചെറിയ തുകകളായിട്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതിയാവും. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ട്രസ്റ്റിനെ അറിയിക്കുക. പരീക്ഷ പാസ്സായിട്ടുള്ളൊരു വിദ്യാർത്ഥിനിയോ ആണെങ്കിൽ ട്രസ്റ്റ് അതിന് വേണ്ട സഹായങ്ങളും ചെയ്യുന്നതാണ്. പരീക്ഷ പാസ്സാവാത്തൊരു വിദ്യാർത്ഥിക്ക് അപ്പോൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ചോദ്യം ഉണ്ടാവും അല്ലേ. 100 വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഒരു കോഴ്സിൽ എടുക്കുക. ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ കുട്ടി പാസ്സായിട്ടില്ലെങ്കിൽ 5 വിദ്യാർത്ഥികളെ വരെ നമുക്ക് അങ്ങനെ എടുക്കുന്നുണ്ട്. അതിന് ഫുള്ളായിട്ടുള്ള ഫീസ് അടച്ച് ആ കുട്ടി ജോയിൻ ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് നമ്മുടെ പരീക്ഷകളുടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിനെയോ സനാതന എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനെയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കട്ടെ. സ്വാധ്യായ സിവിൽ സർവീസ് പരീക്ഷയിലേക്ക്, ഈ 10 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ യാത്രയിലേക്ക് നിങ്ങളേവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിവേകാനന്ദ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.